കുവൈറ്റിലെ പച്ചക്കറി മാർക്കറ്റിലോട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് പച്ചക്കറി മാർക്കറ്റ്. ഇത് നല്ല സൈസുള്ള ഒരു മാർക്കറ്റാണ്. ഇവിടെ പല രാജ്യങ്ങളിൽ നിന്നുള്ള പച്ചക്കറി ഇവിടെ വന്ന് ഇവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നത് കുവൈറ്റിലോട്ട്. ഒന്ന് കണ്ടാലോ. കണ്ടെയ്നറായി വരുന്ന സാധനങ്ങൾ അകത്തോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ധാരാളം സ്ഥലമുണ്ട് ഈ മാർക്കറ്റിന്. 360 ഡിഗ്രിയിലാണ് ഇത് പണിത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കുറേ ഏരിയകൾ കാണാം. സോൺ ബേസിലാണ് ഇത് തിരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഫുഡ് കോർട്ടാണ്. ധാരാളം ഫുഡ് കോർട്ടുകളുണ്ട്. നമുക്ക് ആവശ്യത്തിന് ആഹാരം കഴിക്കുകയും മാർക്കറ്റിൽ നിന്ന് സാധനം മേടിക്കുകയും ചെയ്യാം. താഴോട്ട് ഇറങ്ങിച്ചെന്ന് കഴിഞ്ഞാൽ പല സോണുകളുണ്ട്. ആ സോണുകളിൽ പച്ചക്കറിയും ഫ്രൂട്ട്സും മുട്ടയൊക്കെ ഉണ്ട്. ഏത് വേണമെങ്കിലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിന് ലഭിക്കുന്നതാണ്. സവോളയും ക്യാരറ്റും ഒക്കെ ഉണ്ട്. നാരങ്ങയൊക്കെ പല ടൈപ്പിലെ മാംഗോ ഉണ്ട്. ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ പല രാജ്യങ്ങളിൽ നിന്ന് വരുന്നതാണ്. ഇത് സ്ട്രോബെറിയാണ്. ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി, ക്യാബേജ് എല്ലാം തണ്ണിമത്തൻ്റെ കൗണ്ടറാണ്. ഇതൊക്കെ ഇവിടെ സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുക. പല ടൈപ്പിലുണ്ട്. നല്ല മുഴുത്ത വാട്ടർ മെലനൊക്കെ ഉണ്ട്. മെലനുണ്ട് പല ടൈപ്പിൽ. ക്യാപ്സിക്കോ കളറുള്ളതുണ്ട്. അതൊക്കെ ഓരോ കൗണ്ടറാണ്. ഇത് പല ടൈപ്പിലെ ക്യാപ്സിക്കംസാണ്. പോമോഗ്രാനൈറ്റ് പല ടൈപ്പിലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. വാട്ടർ മെലൻ കളറുള്ളത്, കളറില്ലാത്തത്, പീച്ച്, പിയർ, ഗ്രേപ്പ്, പോമോഗ്രാനൈറ്റ് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് പല കളറാണ്. റെഡുണ്ട്, ഈ റെഡും എല്ലാം ഉണ്ട്. ഈ ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ വേറൊരു സാധനമുണ്ട്. ഇത് അത്തിപ്പഴമല്ലേ ഈ സാധനം? അത് നല്ല റെഡ് ചില്ലി. ഇത് ക്യാപ്സിക്കം പോലത്തെ ചില്ലി. ഇത് ഓറഞ്ച് കളർ. ഇതൊക്കെ കാണാൻ തന്നെ ഇത് രസമാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചീരവല മുളപ്പിച്ച വിത്തുകളാണ്. ഇതൊക്കെ ഇത് ചില്ലിയുടെ തന്നെ സ്പെഷ്യൽ. അതുപോലെ ചെറിയ ക്യാരറ്റ്. ഇവിടുത്തെ മെയിൻ സാധനമാണ് ഈ വഴുതനങ്ങ. നല്ല ബ്രോക്കോളിയുണ്ട്, മത്തങ്ങയുണ്ട്, പല തരത്തിലുള്ള ആപ്പിളുകൾ, യെല്ലോ ആപ്പിള്, ഓറഞ്ച് ആപ്പിള്, അതുപോലെ ലെമൺസ്, ഇതൊക്കെ മഷ്റൂമാണ് തോന്നുന്നു അല്ലേ? അവക്കാഡോ, ഇതൊക്കെ അവക്കാഡോസ്, യെല്ലോ ആപ്പിൾ. ആ ലക്ഷം ഫ്രീയാൻഡാണ്. ഓക്കെ. കൂടാതെ ഓറഞ്ച്, കിവി, യെല്ലോ ആപ്പിൾ. പല ഫ്രൂട്ടിൻ്റെയും പേരൊന്നും എനിക്കറിയത്തില്ല. അറിയാവുന്നതൊക്കെ ഞാൻ പറയുന്നുണ്ട്. അറിയാൻ മേലാത്തതൊക്കെ ഇങ്ങനെ കണ്ട് വണ്ടറടിച്ച് നടക്കുകയാണ്. പിന്നെ ആൾക്കാരോട് ചോദിക്കും ഇത് എന്തുവാന്ന്. അപ്പോൾ അവരിങ്ങനെ ഓരോ പേര് പറയും. അപ്പോൾ പല ലാംഗ്വേജിലാണ് പറയുന്നത്. ബംഗാളി പറയും, അറബി പറയും. നമുക്കിതൊന്നും അങ്ങനെ വലുതായിട്ട് മനസ്സിലാകത്തില്ലെങ്കിലും നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചെടുക്കും. കണ്ടോ, ഇത് മധുരക്കിഴങ്ങാണ്. പല ടൈപ്പിലെ മധുരക്കിഴങ്ങാണ്. നാട്ടിൽ പോലും കിട്ടാത്ത ടൈപ്പിലെ മധുരക്കിഴങ്ങ് ഇവിടെ കിട്ടും. അടിപൊളിയല്ലേ? ഇതിൻ്റെ ഒന്നും പേരെനിക്ക് കിട്ടുന്നില്ല. ചെറിയ ബനാന, ചെറിയ ടൈപ്പ് ബനാന. ഈ കാണുന്നത് ബേബി ടൊമാറ്റോയാണ്. അതുപോലെ ബ്ലാക്ക് ബെറി, റെഡ് ബെറി, റോസ് ബെറി, അങ്ങനെ ബെറിയുടെ തന്നെ ഡിഫറെൻറ്റ് കളക്ഷൻസാണ്. ഏതൊക്കെ ടൈപ്പിലുണ്ടെന്ന് തന്നെ മനസ്സിലാകുന്നില്ല. ഇഷ്ടം പോലെ സാധനമാണ്. അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് വായിക്കാൻ പോലും പറ്റുന്നില്ല. ഇത് പല ടൈപ്പിലെ ഇലകളാണ്. ഇതെല്ലാം ഭയങ്കര പ്രീമിയം പ്രോഡക്റ്റ്സാണ്. ഇതെന്താണെന്നൊരു പിടിയും കിട്ടിയില്ല. പക്ഷേ ഇത് കണ്ട, ഇത് ചെറിയ ബീട്രൂട്ട്, ഇത് നമ്മുടെ ഒനിയൻ, ഇത് നല്ല ഫ്രഷ് പച്ചക്കറികളാണ്. ഇതെല്ലാം നമുക്കിത് ഇതിൻ്റെയൊക്കെ ആ ഒരു ഫ്രഷ്നെസ് കണ്ടോ, നല്ല സൂപ്പറായിട്ടാണ്. ഇപ്പം ചെത്തി എടുത്തുകൊണ്ട് വന്ന് വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെ കൃഷിയുള്ളതാണ് ഇതെല്ലാം. ഇത് നമ്മുടെ ചൊരക്ക പോലത്തെ എന്തോ സാധനം. ഇത് വെളുത്തുള്ളിയും വലിയ ഉള്ളി, ഇത് വെള്ള ഉള്ളിയില്ലേ അതുപോലത്തെ സാധനമാണ്. ഇത് നമ്മുടെ ചെറിയ വെളുത്തുള്ളി, സവോള, കിഴങ്ങ് പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കിഴങ്ങുകളുണ്ട്. എനിക്കൊന്ന് ഇന്ത്യയിൽ നിന്ന് കുറേ ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടുന്ന് ഒരു ട്രോളി ബുക്ക് ചെയ്യാം. ഇവർ നമ്മുടെ കൂടെ വരും. നമുക്ക് വന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇവരെയും കൊണ്ടുപോകാം. അപ്പം ഇവർക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർ നമ്മുടെ വണ്ടിയൊക്കെ ഉണ്ട് സാധനങ്ങളെല്ലാം വെച്ച് തരും. അപ്പോൾ അവർക്കൊരു ചാർജ് കൊടുത്താൽ മതി. അതിന് ട്രോളിക്കൊരു ചാർജുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ടിപ്പ് കൊടുക്കുകയും ചെയ്യാം അവരുടെ സർവീസിനനുസരിച്ച്.
ട്രോളി ഉന്തുന്നവർക്കെല്ലാം ഓരോ നമ്പറുണ്ടാവും. അത് ട്രോളി നമ്പറാണ്. ആ നമ്പറിലാണ് അവരിവിടെ വർക്ക് ചെയ്യുന്നത്. എല്ലാം പച്ചക്കറിയുടെ ഹോൾസെയിൽ ആണ്. അതുപോലെ നല്ല നല്ല ഫ്രഷ് ബീട്രൂട്ട് വേണത് ഉണ്ടോ? നല്ല ഫ്രഷ് ബീട്രൂട്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഇലയുടെയൊക്കെ പ്രത്യേകത എന്ത് ഫ്രഷാണ് നോക്കി. നല്ല അടിപൊളി ആത്തച്ചക്ക. ഇത് ഡ്രാഗൺ ഫ്രൂട്ടും ഉണ്ട്. ഇവിടെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. ഇത് ഏതൊക്കെ ടൈപ്പിലെ ഫ്രൂട്ടാണെന്ന് അറിയത്തില്ല. ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്, കിവി, ഇതെല്ലാം നല്ല പാക്ഡാക്കി വെച്ചേക്ക് പോകും. പല കമ്പനികളുണ്ട് ഇവിടെ. ഈ സാധനങ്ങൾ ഇത് അവക്കാഡോ, ബനാന, പല ടൈപ്പിലെ ഓറഞ്ച്, മുസമ്പിയ. ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നത്. ഡ്രാഗൺ ഫ്രൂട്ട് ഇതെല്ലാം ചൈനയിൽ നിന്ന് വരുന്നതാണ്. ഡ്രാഗൺ ഫ്രൂട്ട് ഇതെല്ലാം. അതുപോലെ വേറൊരു കൗണ്ടറാണ്. ഇങ്ങനെ ഈ പല കൗണ്ടറുകളായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത്. മെലനുണ്ട്, തേങ്ങ, വെളുത്തുള്ളി, ഇതുണ്ട്, കരിയാപ്പില ഉണ്ട്. നല്ല സൂപ്പർ കരിയാപ്പില ഇവിടെ ഉണ്ട്. മുരിങ്ങക്ക, വെണ്ടയ്ക്ക, ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചി, നമ്മുടെ സാധനങ്ങളെല്ലാം ഉണ്ട് ഇതിനകത്ത്. കുക്കുംബർ വേണമുണ്ട്, നല്ല കുക്കുംബർ. സവോളയും കിഴങ്ങും പച്ചക്കറിയൊക്കെ വേണേൽ ഇവിടെ വന്ന് നമ്മൾ ചാക്ക് കണക്കിന് ഒരു മാസത്തേക്കുള്ളത് നമ്മൾ ഇവിടെ നിന്ന് മേടിക്കും. പിന്നെ ഇങ്ങനെ ഓടി നടക്കണ്ട. എല്ലാം മുട്ടക്കച്ചവടം. അങ്ങോട്ട് കൊണ്ട് മുട്ടക്കച്ചവടം. കിത്തനൊക്കെ ഭായി ഇങ്ങോട്ട് വന്ന ഡിഫറെൻറ്റ് ടൈപ്സിലെ ഈന്തപ്പഴമാണ്. പല ടൈപ്പിലേ ഉണ്ട്. നമുക്ക് നല്ല സൂപ്പർ ഈന്തപ്പഴം സൗദിയുടെയും ഇറാൻ്റെയും ഒക്കെ കിട്ടും. പലതുണ്ട്. ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് കിട്ടും. അത് ബോക്സിലാക്കി വേണമെങ്കിൽ ബോക്സിലേ ഉണ്ട്, അല്ലാത്ത നോർമലുണ്ട്. ഇതെല്ലാം കജൂർ മാർക്കറ്റാണ്. കജൂർ. ഇത്ര വലിയ മാർക്കറ്റായിട്ടും ഇത്രയധികം സാധനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും ഇവിടെ ഒന്നും ചീഞ്ഞളിഞ്ഞ് കിടക്കുകയോ വഴിയൊക്കെ അലങ്കോലമായി കിടക്കുകയോ ചെയ്യുന്നില്ല. എത്ര നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഇവർ മാർക്കറ്റ് കാത്തു സൂക്ഷിക്കുന്നത് നോക്കിയേ. അടിപൊളിയല്ലേ?